ചോറ് പറഞ്ഞോ ഓൻ ഓൻ ചെറിയ കുട്ടികളോ ഇതെങ്ങനെയാ ഓ നമുക്കൊന്നും ആയില്ല ഇതെന്താണോ അതെ ഇന്ന് നമ്മളോട് പഠിക്കാൻ വരുന്നത് നായ്ക്കളുടെ പേര് ഈ ട്രോഫി കിട്ടുന്നതായിരിക്കും അത് ഏത് നായ്ക്കായാലും ശരി നമ്മളോട് ടോമി പിന്നെ കാമി പിന്നെ നമ്മുടെ സ്വന്തം ലക്കി ഇങ്ങനെ ആരും ജയിക്കുവാനായിരിക്കും അറിയില്ല പക്ഷേ എല്ലാവർക്കും സ്വാഗതത്തോടെ തന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കാം ഇത് ആര് ജയിക്കുമെന്ന് ആർക്കും അറിയില്ല ഇവിടുന്ന് കുറേ ദൂരം പോവാം പിന്നെ ബോസ് നോക്കൊണ്ടിരിക്കുക ഷിൻചാനോടെ നമുക്ക് നോക്കി അവനെ തോൽപ്പിക്കാൻ മുന്നിന് പോവാ നമുക്ക് എങ്ങനെ തടുക്കണം തടഞ്ഞിട്ടുണ്ട് മൂന്നാരോട് ആ പട്ടി പോയിത്തോട്ടെന്ന് ഈ പട്ടിയാണ് ഈ പട്ടിനെ തടുത്തില്ല സൂപ്പറായിട്ട് ചെയ്ത് ഓക്കെ നമുക്ക് തന്നെ കപ്പ് കിട്ടിയിട്ടുണ്ട് ലക്കി നിനക്ക് വേണ്ടതൊക്കെ അത് മേടിച്ചു തരും ഓക്കെ മാ എന്ത് വേണമെങ്കിൽ നമുക്ക് മേടിച്ചു തരാം ഓ ലക്കി ജയിച്ചു ലക്കി ജയിച്ചു ലക്കി ജയിച്ചു ഡങ്കു ഡിങ്കു ടിങ്കു ടിങ്കു ഡിങ്കു ലക്കി ജയിച്ചു ഡങ്കു ഡിങ്കു 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 ലക്കി ജയിച്ചു ഡങ്കു ഡങ്കു ടിങ്കു 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 ലക്കി ജയിച്ചു ഡങ്കു നമ്മളെ ഇല്ലാണ ലക്കി ഇപ്പൊ ചിക്കനിൽ മരുന്നൊക്കെ വെച്ചിട്ട് കൊടുക്കണത് അതൊക്കെ ഹാർട്ടിന് പ്രശ്നവും നീ ഒന്ന് തിന്നലത് അതും ശരി തന്നെയാണ് വീട്ടിൽ നമുക്കിപ്പോൾ തന്നെ പോകാം ലക്കിനെ സൂപ്പർ കേട്ടോ ഓക്കെ സാരി ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ അപ്പുറത്തെ ബെല്ലൊക്കെ കൂടി ഞാൻ നമ്മൾ ചെയ്യണേ ഓക്കെ നമ്മൾ ട്രോഫിയോട് നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മളെങ്ങനെയൊക്കെയോ വീട്ടിലോട്ട് എത്തിയിട്ട് ഓ എവിടെ പോയി വീട്ടിൽ പോയി കിട്ടുന്ന സുഖം എവിടെയും കിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് അപ്ഗ്രേഡൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയിട്ട് വേറെ അപ്ഗ്രേഡ് ചെയ്യാൻ തുടങ്ങി ഒരുപാട് ലക്കി ഷിൻചാനെ അത് പുറത്തോട്ട് വരുന്നു ഈ ലക്കി ഷിൻചാൻ ഓരോരോ തീരുമാനം പറഞ്ഞു ലക്കിക്ക് ഏതാ വേണ്ടത് ലക്കി തന്നെ പറഞ്ഞേനെ ഷിൻചാന് വേണ്ടത് ചിപ്സ് 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 ഇല്ല ഓക്കെ ലക്കിക്ക് വേണ്ടത് വേറൊന്നുമല്ല പാല് പിന്നെ ബിസ്ക്കറ്റ് പട്ടി ബിസ്ക്കറ്റ് ഓക്കെ രണ്ടാൾക്കാർക്ക് അതാണ് വേണ്ടത് ഞാനിപ്പോൾ പോയിട്ട് അത് മേടിക്കാൻ പോവാണ് ഇല്ലെങ്കിൽ രണ്ടാൾക്കും വഴക്കം അത് തന്നെയാണ് വലിയ പ്രശ്നം തന്നെ ഇവരെ വഴക്ക് എനിക്ക് താങ്ങാൻ പറ്റില്ല ശരി നമ്മൾ വണ്ടി എടുത്തുണ്ട് ഓക്കെ വണ്ടി എടുത്ത് നേരെ നമ്മൾ പോകുന്നത് അങ്ങനെ തന്നെയാണ് ഓക്കെ നമ്മൾ പോവാം ഓക്കെ ഗേസ് ഇപ്പോൾ ഇതേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് പിന്നെ അപ്പുറത്തുള്ള വില കൂടി വരണം ഓക്കെ എങ്ങനെയൊക്കെ നമ്മൾ എത്തിയിട്ട് ഓക്കെ ഇതാണ് സൂപ്പർ മാർക്കറ്റ് ഇത് നമുക്കറിയാം നമുക്ക് കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ചോദിക്കാം അധികം പൈസ ഇല്ല എന്ത് ചെയ്യാനാ നമുക്ക് വേണ്ടത് ചിപ്സ് ഇടാൻ ഓക്കെ പാല് കിട്ടിയുണ്ട് ഇതൊന്നും നമുക്ക് മേടിക്കാൻ പോകണമെന്നില്ല എന്താണ് ഈ ചേച്ചി എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഈ ചേച്ചി എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് വട്ടായി തോന്നണം ഓക്കെ ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പാല് ചിപ്സൊക്കെ കിട്ടി നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമില്ല ആടുക ഓക്കെ യെസ് അപ്പോൾ നമ്മളിപ്പോൾ പോവാണ് വണ്ടി എടുത്തിട്ട് അത് വേറെ ഒന്നുമില്ല നമ്മൾ വേറൊരു സംഭവമാണ് ഓക്കെ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് പോവാം ഓക്കെ നമ്മൾ ടയറൊക്കെ മാറ്റണം വണ്ടിയിൽ എല്ലാം ലൂസായിപ്പോയി എപ്പോൾ പഞ്ചറാവുമ്പോൾ ശരി ലക്കി എന്താണ് അപ്പോഴത്തേക്ക് കിടന്നാ കിടന്നതായിരിക്കും നമുക്ക് പിന്നെ വിളിക്കും ഇവൻ എങ്ങനെയായാലും 7 മണിക്ക് എണീക്കൂലേ അപ്പം നമുക്ക് ഇടം കൊടുക്കാം അല്ല ഷിൻചാനാണ് പോയി ഷിൻചാൻ ഈ സമയം കളിക്കാൻ പോയിട്ടുണ്ടാവുക ഇല്ല അപ്പം ഷിൻചാൻ ഇത്ര സമയമൊന്നും കളിക്കാൻ പോവില്ല അവൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ 3 മണിക്ക് മുമ്പാണ് പോവുക ഇപ്പം 4 മണി എന്നാലും ഷിൻചാൻ അവിടെ പോയി വീട്ടിനകത്തൊക്കെ തിരഞ്ഞു നോക്കിയാൽ പ്രശ്നമില്ല
പക്ഷേ ലക്കിക്ക് എന്താ ഒരു അനക്കവും ഇല്ല, പിന്നെ ഒന്നുമില്ല. ലക്കി നിനക്ക് എന്തായേ? ലക്കിക്ക് എന്തോ ആയി. പക്ഷെ ഇനി പിന്നെയുള്ള അർത്ഥം എന്താണ്? ഇതിലെങ്ങനെ പറ്റിയത്? ഒരു മിനിറ്റ്, ഇവിടെ ഒരു ക്യാമറ. യെസ്, ഈ ക്യാമറയിൽ അറിയാൻ പറ്റും ഇതാരാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് തക്കതായ ശിക്ഷ നമ്മൾ തരുന്നതായിരിക്കും. ഗൈസ്, മറക്കണ്ട, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ സീക്രട്ട് റൂം. ഇവിടെയാണ് എൻ്റെ ആ ക്യാമറയുള്ളത്. ഓക്കെ, ക്യാമറ ഒളിപ്പിച്ചിട്ട് ഓക്കെ ഇവിടെ തന്നെ 3 റൂമിൽ ഈ റൂം കൺഫ്യൂസായി. കുറേ വർഷങ്ങളായി ഇവിടെ വന്നിട്ട്. ശരി, നമുക്ക് ടി വി ഓൺ ചെയ്തിട്ട് നോക്കാം. ന്യൂസ് ഓണേടാ. ഓ, ഒരു മിനിറ്റ്, ഇത് കളറില്ലാത്ത കൊണ്ട് ഇങ്ങനെ എന്താണ്? ആരോ വന്നിട്ട് ചപ്പാത്തി പോലല്ലോ, ആരോ വന്നിട്ട് സിഞ്ചാൻ തൂക്കിക്കൊണ്ട് പോണ്. എന്തോ ഇതിൻ്റെ പിന്നെ കുത്തുണ്ട്. അതായത് ലക്കീൻ്റെ ഒത്തും പോകുന്നുണ്ട്. അയ്യോ, എന്താണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല. തലകൊണ്ട് പൊട്ടിത്തെറിക്കുന്നത് തോന്നുന്നു. അയ്യോ, ഇത് ലക്കീനകത്ത് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ ലക്കി നമുക്ക് എങ്ങനെയെങ്കിലും മേലോട്ടേക്ക് നോക്കാം. നമുക്ക് പറ്റുമോ നോക്കാം. ഇവനെങ്ങനെയെങ്കിലും നമുക്ക് ജീവനോട് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഇവനൊക്കെ ജീവനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ലക്കി, എന്താണായത്? ഇപ്പം തന്നെ ഫുൾ സ്റ്റോറി വരാം. എന്താണായത് എന്ന് പറയൂ, പെട്ടെന്ന് പറയൂ. എനിക്ക് സമയമില്ല. എനിക്ക് പോയിട്ട് അവനിപ്പോൾ തന്നെ രക്ഷപ്പെട്ടു. അത് നമുക്ക് ഫ്ലാഷ് ബാക്കിൽ പോകേണ്ടി വരും ബോസ്. അതൊന്നും നിങ്ങൾക്കറിയില്ല. പക്ഷേ അവൻ്റെ പേര് അതന്നെ, പേര് സാക്കി. സാക്കി. ഇതാരടപ്പിറകില് യാരുടെ ശിക്ഷ വരാമെടുത്ത് അടിക്കുന്ന അളക്കിയൊക്കെ ഓക്കെ, ഇവരെന്തൊക്കെയോ പറയുന്നുണ്ടാണ് ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, തലക്കൊന്നും കയറുന്നില്ല. ഏതോ ടൂസാക്കി അവൻ മറ്റു തൂകൊണ്ട് പോയി. നമ്മൾ ഈ RX സെൻ്ററിൽ കൊണ്ട് പോയിട്ട് കണ്ടുപിടിക്കാം. ഈ ഉലകത്തിലല്ലേ, ഈ സിറ്റിയിലുള്ള എല്ലാ സ്ഥലത്തും പോയി. ഇനി പോവാതെ ബീച്ച് സൈഡ്. ഇവിടെ ഉണ്ടാവാൻ ചാൻസേ ഇല്ല തീരെ. എല്ലാ സ്ഥലത്തും നോക്കി. അവൻ ചിലപ്പോൾ നാട് കടത്തിട്ടുണ്ടാവുക. നാട് കടത്താൻ മാത്രം അവളെപ്പാ. പക്ഷെ ചപ്പാത്തി പോലെ ഉണ്ടായോ, അത് മാത്രം കേട്ടോ. ഞാൻ ക്യാമറയിൽ കണ്ടെങ്കിൽ ലക്കി പറഞ്ഞതിന് നോക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷേ അവൻ എവിടെ പോയിട്ടുണ്ടാവും? അതാണ് എൻ്റെ വലിയ ഉൾക്കുത്ത് തന്നെ. ഇവിടെ ബീച്ചിൽ കുറേ ആൾക്കാരുണ്ട്. എവിടെയും കാണാൻ അപ്പോൾ അവിടെ നോക്കുന്നത് അത് ഞാൻ ക്യാമറയിലുണ്ട്. അത് സഖേ സഖേ. ഇത് നമുക്ക് മെല്ലെ പോയിട്ട് ഹൈഡാവാം. അവിടെ എന്തോ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ ചെയ്യുന്നത്? ഡാൻസ് കളിക്കുകയാണ്. പക്ഷേ എന്തോടോ ഇത്? എന്തോ സോപ്പിന് പറഞ്ഞ് കളിക്കുന്നുണ്ട്. മരക്കട്ട, ഈ മരക്കട്ടനോട് ഞാൻ ആവശ്യമാണോ? ഇത് വിറ്റ കുറേ പൈസ കിട്ടുമല്ലോ. വിൽക്കാമോ? വിൽക്കാം, നല്ല പൈസ പോകും. ഇത് എന്താ ടൂസാക്കി? അതെന്താ ടൂസാക്കി? ഇതൊരു തല കൊണ്ട് ചുറ്റുന്ന പോലെയാണ്. എന്താണത്? ചെറിയ കുട്ടിയൊക്കെ അവളെ പോലെ. ഇതെങ്ങനെയാണ് സംഭവം? തീരെ സംഭവമല്ല ഗൈസ്. ഇതിന് പിന്നെ എന്തോ ഉൾക്കുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഷിൻചാനും അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഗൈസ് അവരോട് നടന്നിട്ട് പോകുന്നുണ്ട്. ഓക്കെ,
നമ്മൾ ഇതുപോലൊക്കെ ഓടണം. അതുകൊണ്ട് ഇവിടെ മോശമായൊന്നുണ്ടാവുള്ളൂ. മോശമായൊരുത്തോലൊക്കെ കൊണ്ടുപോകണം. വരും നമ്മൾ ഓർത്തോരോലൊക്കെ എന്താണിത്? എന്തൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കുറേ ദൂരം പോയതുകൊണ്ട് കേൾക്കണില്ല. എല്ലാം നമുക്ക് അടുത്ത് പോയി നോക്കാം. വരും നമുക്ക് ഈ രോമച്ചെത്തി തന്നെ നമുക്ക് ഓട്ടണം. വരും നമ്മൾ മര്യാദയ്ക്ക് കണ്ടുപിടിക്കും. ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ പോയിട്ട് വിടാൻ പോകുന്ന ഇത്ര വലിയൊരു പ്രശ്നം. ഞാനൊന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ലെങ്കിൽ പ്രശ്നമൊന്നും വരുന്നു. ഈ ടുങ്സാക്കി ഞാനത് ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇത് കിഡ്നാപ്പർ എന്ന് ഇത് കാണാൻ എഴുതി വെച്ചിനി. അപ്പോൾ ഇത് വലിയൊരു കിഡ്നാപ്പർ തന്നെ ആയിരുന്നു ഇവിടെ ഗൈസ്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് തടയുന്നെങ്കിൽ ഒറ്റൊരു വഴിയേ ഉള്ളൂ. നമുക്ക് ഷിൻചാനെ രക്ഷിക്കണം ഗൈസ്. രാവിലെ തൊട്ട് പോകുന്നത് ഇങ്ങോട്ടിപ്പോൾ ഇതുവരെയായിട്ട് എവിടെയോ എത്തിയിട്ടില്ല. ഒരു അതിൻ്റെ മേലെ പോകുന്നുണ്ട്. നമുക്കിപ്പോൾ തന്നെ അതിൻ്റെ മേലെ കയറാം. ഓക്കെ കയറാൻ മേലോട്ടേക്ക്. ഓക്കെ നമ്മൾ സ്ഥലം എത്തോറായിട്ടുണ്ട്. ഈ നമ്മളുള്ള പോലെ നമ്മളെ വിധത്തിലോട്ട് ഈ മനുഷ്യന്മാരൊക്കെ കയറ്റണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയപ്പോൾ തന്നെയാണ് ഞാൻ നോക്കുന്നത്. വരും ഇതോടെ നമ്മൾ അണ്ടർഗ്രൗണ്ട്. ഇവിടെ ആരും വരില്ല പക്ഷെ ഞാൻ വരും. ഓക്കെ തുറന്നു ആരുമില്ല. വരും കയറി. ഓക്കെ ഇനി പ്രശ്നമില്ല. അപ്പോൾ ഈ ഡോറ് വഴി അവർ താഴെ പോകുന്നു. ഡോറ് വഴി താഴെ പോയാൽ എന്താണ് അവർ കാണുന്നത്? താഴെ ടുങ്സാക്കി സൗണ്ട് വരുന്നുണ്ട്. അതെന്താണ് തുറക്കുന്നത്? അയ്യോ വന്ന ഇല്ല ഗൈസ്, അത് തന്നെ തുറക്കുന്നതായിരിക്കും. മെല്ലെ താഴോട്ടേക്ക് ഇറങ്ങണ്ട. അവർക്ക് ഒച്ച മതം കേട്ടാൽ പിന്നെ നമ്മൾ പണി കിട്ടും. ഓക്കെ ഞാനാണ് അത് നോക്കിയത്. പക്ഷെ ഇതിന് കണ്ണ് കണ്ടാൽ നമ്മൾ അവളെ പോലെ ആവും. അതാണ് പ്രശ്നം തന്നെ. ശരി വല്ലതിനും പോകാം. ഇവ ഷിൻചാൻ അവിടെ പോയിട്ട് ഞാൻ ഈ വളകത്ത് തീരുമോ? കുറേ റൂംസ് ഉണ്ടല്ലോ. ഓക്കെ നമുക്ക് ഇതിലോട്ട് പോയി നോക്കാം. ഇതിലോട്ടാണെങ്കിൽ വരാണ്ടുണ്ടാകും. ശരി നമുക്ക് പോയി നോക്കാമല്ലേ? അയ്യോ എനിക്ക് പോകാണ്ട് ഒരു വഴിയുമില്ല. ഇതെന്താടാ എന്തോ ഒന്നുണ്ടല്ലോ. ഇത് മ്യൂസിക് സിസ്റ്റമാണ്. ഇത് എത്ര വലിയ ക്ലോക്കായി? സമയം നോക്കാനായിരിക്കും അല്ലേ? ആയിരിക്കും ആർക്കറിയാനാ. നമുക്കിതൊക്കെ എന്തിനാ? ഒരു മിനിറ്റ് ഇനി അടുത്ത് പോയി നോക്കാം. ഇത് അനങ്ങുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അനങ്ങി കേട്ടോ. അടുത്ത് പോയി പോലെങ്കിൽ എന്താടാ കുകേൻ്റെ അകത്ത് കുക. ശരി ഇപ്പോൾ കുകേനകത്ത് പോയപ്പോൾ തുറക്കടാ. ഓക്കെ നമുക്ക് മേലോട്ട് കയറാകത്തോട്ടേക്ക്. എന്താണ് നാക്ക് പോലുള്ള ഇത് നല്ല പശാന പോലെയുണ്ട്. ഇപ്പം തന്നെ പോകരുത്. ഇപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആയി പറ്റത്തുള്ളൂ. ഓക്കെ ഒരിക്കലും നമ്മളിങ്ങനെ നിൽക്കും. പസപ്പസുണ്ടല്ലോ നല്ല സൂപ്പറായിട്ടുണ്ട്. ഓക്കെ പ്രശ്നം നമുക്ക് വെള്ളം തന്നെ പോകാം. ഓക്കെ ഇതാണെങ്കിൽ നമ്മൾ സ്ലിപ്പായിരുന്നു. ഇതിൻ്റെ ഓടലോട്ട് കയറുമ്പോൾ എന്താണിത്? ബ്ലൂ കളറിലല്ല റൗണ്ടിൽ ചുറ്റാണ്. ഇത് മറ്റത് വല്ലതായിരിക്കുക. അത് തന്നെ ഞാൻ വിളിക്കുന്നത് തന്നെയാണ് നിങ്ങൾ വിളിക്കുന്നത് തോന്നുന്നു. പോർട്ടലായിരിക്കും. നമുക്കത് കയറി നോക്കാം. കീറി എന്താണ് നമ്മൾ വേറെ ലോകത്ത് വന്നത്? എന്താണ് ഇവിടെ ഭൂതമൊന്നുണ്ടെങ്കിലോ ഇത് അയ്യോ എനിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കണ്ടുപിടിക്കാണ്ട് എനിക്ക് ഉറങ്ങാനേ പറ്റത്തില്ല. ഇവിടെ കാറുകൾ ഹെലികോപ്റ്റേഴ്സൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ ഭൂതത്തിന് കൊണ്ടെങ്ങനെ വെക്കാൻ പറ്റുക? അപ്പോൾ കൺഫേം ആയിട്ട് ഭൂതമില്ല. പക്ഷേ എല്ലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ വരുമ്പോൾ പറ്റുന്ന മുന്നിക്കല്ലടാ എന്നാൽ എനിക്ക് പോലും ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതെന്താടാ എളുപ്പാ? ഇത് പണ്ടത്തെ ബിൽഡിംഗ് അല്ലേ? ഇതൊരു ചേച്ചി താഴെ വീണു. നോക്ക് ഇതൊരു ചേച്ചി താഴെ വീണു. ഓക്കെ ചേച്ചി ഇത് ഏതോ ചേച്ചിയായിരുന്നു കേട്ടോ. പക്ഷെ ചേച്ചി ഞാൻ മരിച്ചേ ഇങ്ങനൊക്കെ കുത്ത്. സത്യം മറ്റേ ഈ കഥയിലെ മനസ്സിലാകത്തുള്ളൂ. അത് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഈ ടുങ്സാക്കി എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പക്ഷെ നമുക്കിപ്പോൾ തന്നെ ഇതിലോട്ട് കയറാം. ഇതിനെ കയറാം, നമുക്ക് പ്രശ്നമില്ല. ഇത് ചവിട്ടി പൊട്ടിക്കാൻ പറ്റുക തോന്നുന്നത് നമുക്ക് ചെയ്യാം. ഓക്കെ നമുക്കിങ്ങനെ വേറെ വഴിയുണ്ടോ നോക്കാം.
അല്ലാണ്ട് ഒരു വഴിയൊന്നുമില്ല നമുക്ക്. ഓക്കെ നമുക്കിത് വേറെ ഓക്കെ ഈ ലൂട്ട് അങ്ങനെ വലിയ റൂട്ടൊന്നുമില്ല. ഈ റൂട്ട് ഒരു നല്ല റൂട്ടിലല്ലോ ഇപ്പം. ഒരു മിനിറ്റ് അകത്ത് നോക്കാൻ പറ്റുന്നുണ്ട്. ഓ സീന് ഇത് സൂപ്പറായിട്ടുണ്ടല്ലോ. ഓക്കെ അകത്തുനിന്നൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഇനി മേലോട്ടേക്ക് കയറും. ഓക്കെ ഇതിന് മേലെ കയറി നമ്മൾ ഇങ്ങോട്ടേക്ക് കയറി എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഇത് കാണുന്നുണ്ട്. ഇവിടെ നിന്ന് ആരും വീഴാത്ത പോലെയാണ് കാണുന്നത്. നമുക്കിപ്പോൾ തന്നെ ഇത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട്. സൂപ്പറായ ഓ പൊട്ടി. ഓക്കെ നമുക്കിത് ഇതിൻ്റെ അകത്തുള്ള ഓക്കെ നമ്മുടെ ഇതുണ്ട്. എന്താണ് ഇത് ഇങ്ങനെയുണ്ട് അമ്മ ആർക്കറിയാനപ്പം. നമുക്കിപ്പോൾ ടൂൾസ് ആക്കിയെടുത്തിന് ഷിൻചാനെ രക്ഷിക്കണം. ഇതെന്താണ് റൗണ്ടിൽ. ഓക്കെ നമ്മൾ സൗണ്ടൊക്കെ പറഞ്ഞിട്ട് ഷിൻചാനെ നീ തന്നെ ഉണ്ടോ ഷിൻചാനെ ഷിൻചാനെ എണീക്കടാ ഞാൻ ഇവിടെ എനിക്ക് കെട്ടിട്ടുമില്ല. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഷിൻചാനെ എണീക്കടാ ഷിൻചാനെ എണീക്കൂ ഷിൻചാനെ എണീക്കടാ. നീ പറഞ്ഞൊന്നും കേൾക്കില്ല എനിക്ക് കിളി. ഓക്കെ ഇറങ്ങിയിട്ടുണ്ട് ഷിൻചാനെ. നിനക്കെന്താ ഒന്നും ആയിട്ടില്ലല്ലോ. അയ്യോനെ കടത്തിട്ട് വന്ന് നീയല്ലേ കടത്തിട്ട് വന്നേ. അല്ല നീയല്ലേ കടത്തിട്ട് വന്നേ. അയ്യോ കടത്തിട്ട് വന്നേനാ. ആരോ കടത്തിട്ട് വന്നേ. അയ്യോ ആരോ കടത്തിട്ട് വന്നേ. നോക്കിയോട്ടല്ലോ ഇവിടെ എന്തോ ഡോർ തരുന്നു നോക്കിയാട്ടെ. ഇത് ഡോറാ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ടായിരുന്നു. വാഴ ചെയ്താൽ നമുക്ക് പോവാം. ടുങ്സാക്കി വന്നാണ് മാമ. ഈ ടുങ്സാക്കാണെങ്കിൽ പുറകിലൊന്ന് തുറത്തിട്ട് ഷിൻചാനെ ഒന്നും നോക്കണ്ട, തിരിഞ്ഞു നോക്കണ്ട, ഒറ്റ ഓട്ടം ഓടിക്കോ. അതിൻ്റെ കയ്യിൽ മാത്രം കിട്ടിയാൽ നമ്മളും അതിനെ പോലെ തന്നെ ആവും. അയ്യോ ദൂരെയാണെങ്കിൽ കണ്ണും കാണാനില്ല. ഷിൻചാനെ ഏത് ഭാഗത്ത് ഞാനും ഏത് ഭാഗത്ത്. ഷിൻചാനെ ഓടാ നമുക്ക് പോർട്ടൽ കളിക്കാനോ. ഇങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പം ഇവിടെ വന്ന് പെട്ട്. അപ്പോൾ നമുക്ക് എനിക്ക് റൂട്ട് അറിയണം. നീ ഇപ്പം എന്നോട് പോവാ ഫോൺ ചെയ്ത് തന്നെ പറഞ്ഞു എവിടേക്ക് പോറ്. പിന്നെ ഇവനും പോയാൽ പിന്നെ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റൂലപ്പാ. ഓക്കെ മേലോട്ടേക്ക് കയറ്, ഞാനും കയറാം. ടൂസാക്കി വരുന്ന മുമ്പ് നമുക്ക് കയറണോടാ. പെട്ടെന്ന് കയറ്. ഓക്കെ അവൻ കയറിയിട്ടുണ്ട്. ഓ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ ഇപ്പം തന്നെ എസ്കേപ്പ് ആണോ. ഇത് ഇവർ വണ്ടിയാണിത്. അയ്യോ ഇത്ര വലിയ വണ്ടിയോണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഒന്നുമില്ല. ഓക്കെ ഷിൻചാനെ വേണോ. ഷിൻചാനെ ആണെങ്കിൽ ഓടാനും പറ്റുന്നതെന്നാ പറയുന്നത്. നമുക്ക് കാറ് ഇതാ ഇപ്പോഴൊരു കാറുണ്ട്. കയറ് നമ്മൾ അതിന് കയറി കിട്ടാനേ പോളാം. എന്താണ് നമ്മൾ രക്ഷപ്പെട്ടതാ തോന്നുന്നത്. എന്താണ് നമ്മൾ രക്ഷപ്പെട്ട് നോക്കുമ്പോൾ അത് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലടാ. അത് നമ്മളെ പുറകിൽ തന്നെയാണ് വരുന്നത്. അയ്യോ അമ്മേ. അയ്യോ അതിനൊക്കെ നമ്മൾ അടിക്കുന്നുണ്ട്. അത് ചെയ്യിപ്പോ അത് കുറേ വരുന്നുണ്ട് കേട്ടോ. കുറേ വണ്ടികൾ വരുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പോയേ പറ്റത്തുള്ളൂ. അയ്യോ ഈ സമയമാണെങ്കിൽ ബ്രേക്കും കിട്ടാനുള്ള മറ്റേ അയ്യോ നമുക്ക് ഈ കാറിൽ എടുക്കേണ്ടതാണ് തോന്നുന്നത്. നോക്കി പെട്ടെന്ന് നമ്മളെ പിന്നാലെ തന്നെയാണുള്ളത്. ജസ്റ്റ് അതോടെ മതി അടിച്ച് നമുക്ക് ഈ ടൈം കൊണ്ട് നമുക്ക് എസ്കേപ്പ് ആവാൻ നോക്കാം. ആടെന്തോ പൊട്ടിയല്ലോ. അവിടെ വേറൊരു വണ്ടി പൊട്ടി. ഒന്നാമത് തിരിച്ചു സേവായി. അയ്യോ ഓടി ഇത്ര സമയം നമ്മൾ ഇതിലേക്ക് ഓടിച്ചിട്ട് പോലുമില്ല. രാവിലെയാണ് ഇവരെ തേടിപ്പോയി. ഇപ്പോഴാണ് ഇവരെ എസ്കേപ്പ് ആവാൻ നോക്കുന്നത്. അയ്യോ എനിക്ക് വണ്ടി ഓടിച്ചോണ്ടെന്ന് മടുത്ത്. അങ്ങനെ തോന്നി സമ്മതിക്കുക നമ്മൾ. അവനിപ്പോൾ സാറ്റിസ്ഫൈഡാണ് പോകുന്നത്. സാറ്റിസ്ഫൈഡ് യെസ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. എനിക്ക് ആ ഐഡിയ കൊണ്ട് എനിക്ക് നിന്നെ രക്ഷിക്കാൻ രക്ഷിച്ചാലേ. ഓക്കെ അത് വേറൊന്നുമില്ല. ഫസ്റ്റ് നമുക്ക് മൗണ്ട് ചില്ലിയാണ് പോവാം. മൗണ്ട് ചില്ലിയാട്ടെന്നാണ് നമ്മൾ കളി തന്നെ തുറക്കാൻ പോകുന്നത്. ഇത് ഈ മൗണ്ട് ചില്ലിയാണ്ട മേലെ എങ്ങനെ കയറാൻ ഉറപ്പാണ്. ശരി നമുക്ക് ഇപ്പം തന്നെ മൗണ്ട് ചില്ലിയാണ്ടി മേലെ പോവാം. അവിടെ നിന്നാണ് നമുക്ക് നമ്മളെ കളി തുടങ്ങുന്നത്.
നമ്മൾ പുറകിൽ വരുന്നുണ്ടല്ലേ. ഓ എന്നാ ഇതൊക്കെ ഞാൻ കടന്നിട്ട് വരുന്നത് ഇത് അതിൻ്റെക്കാളും വലുതാ. എന്തൊക്കെയോ മാജിക് ഉണ്ട് കേട്ടാ, അതൊന്നും എനിക്കറിയത്തില്ല. ശരി ഇങ്ങനെയൊക്കെ നമ്മൾ മൗച്ചിലിയാൻ്റെ മേലെ വന്നിട്ടുണ്ട്. എനിക്ക് ബൂസ്റ്റ് ഇതും ഇനിയും തുറക്കുന്നടാ. ശരി എൻ്റെ വീടൊരു ഐഡിയ ഉണ്ട്, അത് നമ്മുടെ വീടാനല്ല, അത് വീടെപ്പോഴും കാണിച്ചു തരാം. നമ്മൾ വീണാലും അത് കാണിച്ചു തരില്ല. അയ്യോ കറക്റ്റായിട്ട് പോയി പോകുമോ, നമ്മൾ ഇതിലോട്ടല്ലേ പോകുന്നു, ഇത് അതിലോട്ടാ. ഓക്കെ അത് ബൂസ്റ്റർ ഇട്ടുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. ഓക്കെ ബാക്കിയുള്ള വണ്ടികളൊക്കെ വരുന്ന വഴിക്കത് നശിച്ചു പോയി. അതൊരു പ്രശ്നമില്ല, ഇനി ആ ഒരു വണ്ടിക്ക് മാത്രമേ താഴോട്ട് പോയി. ഇത് എങ്ങനെയൊക്കെ താഴെ വീണ് കിട്ടുന്നത്, അതെങ്ങനെയാ താഴെ വീണെന്ന് എൻ്റെ ഐഡിയ കൊണ്ടല്ലേ. ഓക്കെ നമുക്കൊരു പ്രശ്നമില്ല ചിന്താനെ, നമുക്കൊരു പ്രശ്നമേ ഇല്ല. കാരണം നമുക്ക് മനുഷ്യന്മാരായിട്ടേ ഇരിക്കുന്നുള്ളൂ. അയ്യോ ഞാനിപ്പോൾ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഇപ്പം തന്നെ ഇതാണ്, അതായത് ഒരു കുട്ടി. നമ്മളിങ്ങനെ കുട്ടിയായേ ഇതെന്താടാ, എനിക്കൊന്നും മനസ്സിലാവണേ ഇല്ല. അയ്യോ ഞാനിപ്പോൾ എന്താ ഇങ്ങനായേ, അയ്യോ എന്താ 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 വന്നിട്ട്. ഓക്കെ ശരി എനിക്കൊരു കട്ടായി ശിച്ചനെ മാറാ, എനിക്കറിയാണ്ട് തന്നെ നിന്നെ അടിക്കുന്നുണ്ട്. ഞാനത് കൺട്രോൾ ചെയ്യുന്നില്ല, ഈ ശരീരമാണ് നിന്നെ കൺട്രോൾ ചെയ്യേണ്ടത്. മാറാ എനിക്കിപ്പോൾ സാക്കിയത് പറയാൻ എനിക്ക് തോന്നരുത്. ഇതൊക്കെ എന്തിനാമോ നടക്കുന്നത്. അയ്യോ ഷിജനെ ഓടിക്കോ, ഓടിക്കോ. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോയുടെ മറ്റൊരു വീഡിയോ വേണമെങ്കിൽ മാത്രം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോക്കൊരു 30K ലൈക്ക് കിട്ടി അതിൻ്റെ പാർട്ട് 2 വീഡിയോ എടുത്തതായിരിക്കും. ചേച്ചി മാറ്, ഇതിൽ നോക്കി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടേ പറ്റുന്നുള്ളൂ. ശരി കേസ് 30K ലൈക്ക് അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നത്.